നമസ്കാരം, നിസാമാണ്. വെൽക്കം ടു സൈലം PSC. മക്കളെ, നമ്മുടെ ASM എക്സാം ഇങ്ങോട്ട് അടുത്തെത്തില്ലേ. നമുക്ക് ഇവിടെ ഒരു ഇഡിയം യൂസ് ചെയ്യാം. അറൗണ്ട് ദ കോർണർ ആണ് അല്ലേ, അടുത്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ എടുത്തിരുന്നു റിവിഷൻ്റെ ഭാഗമായിട്ട്. അപ്പം അത് ഉപകാരപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വീഡിയോയിൽ എന്താണ്, നമ്മൾ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ പെട്ടെന്ന് കൺഫ്യൂസിങ്, എന്നാൽ കുറേ ആളുകൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഹാൻഡ് പിക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. യെസ്. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം നോക്കും നിങ്ങൾ. ഈച്ച് ഓഫ് ദ ഗേൾസ് ഡാഷ് ഇൻവൈറ്റഡ് ടു ദി പാർട്ടി. ഈച്ചിൻ്റെ കാര്യം കുറേ ആൾക്കൊക്കെ അറിയാം. അപ്പോൾ നമുക്കറിയാം ഈച്ചിനെ പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈച്ചിന് നേരെ ശേഷം നമ്മൾ നേരെ സിംഗുലർ നൗൺ യൂസ് ചെയ്തിട്ട് സിംഗുലർ വേർബ് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഈച്ച് ഗേൾ അല്ലെങ്കിൽ ഈച്ച് ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, ഈച്ച് ഗേൾ, ഈസ്, വാസ്, ഹാസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ വേറൊരു രീതിയാണ് ഇവിടെ യൂസ് ചെയ്തത്. ഈച്ച് ഓഫ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈച്ച് ഓഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പിക്കണം, ഒന്നെങ്കിൽ അവിടെ ആർട്ടിക്കിൾ ദാ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ മൈ, ഹിസ് പറഞ്ഞിട്ടുള്ള പൊസസീവ് പ്രോനൗൺ ഉണ്ടല്ലോ അത് യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്ലൂരൽ നൗണ് കൊടുക്കണം. പ്ലൂരൽ ഈച്ച് ഓഫ് ദ ഗേൾസ് കണ്ടോ നിങ്ങൾ, ഈച്ച് ഇവിടെ കാണുന്നു, ഓഫ് കാണുന്നു, ആർട്ടിക്കിൾ ദ കാണുന്നു, ഗേൾസ് കാണുന്നു. ഇങ്ങനെയും കൊടുത്താൽ എന്താണ്, സിംഗുലർ തന്നെയാണ് ഇവിടുത്തെ വേർബ് വരേണ്ടത്. പ്ലൂരൽ വന്നു കഴിഞ്ഞാലും നമ്മുടെ പ്ലൂരൽ നൗൺ ആണ് വന്നു കഴിഞ്ഞാലും അവിടെ സിംഗുലർ തന്നെയാണ് അവിടെ നമുക്ക് എന്ത് ചെയ്യുക, ആൻസർ വരാം. അപ്പോൾ ഇവിടെ അതൊന്നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇവിടെ നേരെ നിങ്ങൾ ഇൻവൈറ്റഡ് എന്ന് കാണുന്നു, വേർബിന്റെ മൂന്നാമത്തെ ഫോം. അപ്പോൾ നിങ്ങൾ നേരെ എന്ത് കൊടുക്കും, ഹാസ് ഇൻവൈറ്റഡ് എന്ന് പറയുന്ന ആൻസർ കൊടുത്തിട്ട് നിങ്ങൾ അങ്ങ് പോകുമോ, മാർക്ക് കിട്ടിയെന്ന് അങ്ങ് പറഞ്ഞ് പോവുകയാണ്. ശരിയാവോ? ശരിയാവോ? ഇവിടുത്തെ വേർബ് ഏതാ മക്കളെ? ഇൻവൈറ്റഡ് എന്ന് പറയുന്ന വേർബാണ്. ആ കുട്ടികൾ ഇൻവൈറ്റ് ചെയ്യാണോ, ആ കുട്ടികളെ, പെൺകുട്ടികളെ ഇൻവൈറ്റ് ചെയ്യപ്പെടുകയാണോ? അപ്പൊ അവിടെ ചെറിയൊരു പ്രശ്നമല്ലേ. ആ പെൺകുട്ടികളെ പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ കൊടുക്കേണ്ടത്? ഇവിടെ പാസീവ് വോയിസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് പാസീവ് വോയിസിലാണോ വരുന്നത്, ആക്റ്റീവ് വോയിസിലാണോ വരുന്നത് എന്നുകൂടെ നമ്മൾ നോക്കണം. നമുക്കറിയാം, നമ്മൾ സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റിൽ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമായിരിക്കും. ബട്ട് പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടെ പാസീവ് വോയിസ് വരുമോ, ആക്റ്റീവ് വോയിസ് വരുന്നു. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ചില ചോദ്യങ്ങൾ നമ്മൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. വളരെ ഈസിയാണ്, പക്ഷെ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇൻവൈറ്റഡ് ഉണ്ട്, സിംഗുലർ ആണ്, ഹാസ് അങ്ങ് കൊടുത്തു പോകും അല്ലേ. അപ്പൊ പക്ഷെ ഇവിടെ അത് പറ്റില്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കണം, ഈച്ച് ഓഫ് ദ ഗേൾസ് വാസ് ഇൻവൈറ്റഡ് ടു ദ പാർട്ടി എന്നുള്ളൊരു സാധനമാണ് നിങ്ങൾ ഇവിടെ നോക്കേണ്ടത്. അപ്പൊ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഈച്ചിന് നേരെ നമ്മൾ സിംഗുലർ നൗൺ യൂസ് ചെയ്ത് സിംഗുലർ വേർബ് കൊടുക്കാം. ഈച്ച് ഗേൾ, ഈസ്, വോസ്, ഹാസ് ഒക്കെ നമുക്ക് കൊടുക്കാം. രണ്ടാമത്തത്, ഈച്ച് ഓഫ് കഴിഞ്ഞിട്ട് നമ്മൾ ആർട്ടിക്കിൾ ദാ കൊടുക്കണം, അല്ലെങ്കിൽ മൈ, ഹിസ്, ദെയർ എന്ന് പറയുന്ന പൊസസീവ് അഡ്ജക്റ്റീവ് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന നൗൺ എന്ന് പറയുന്നത് പ്ലൂരൽ ആയിരിക്കണം, ഗേൾസ്, ഈച്ച് ഓഫ് ദ ഗേൾസ്. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന നൗൺ പറയുന്നത് സിംഗുലർ ആയിരിക്കണം. ഓക്കെ, അതും നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞത് എന്താ, ആക്റ്റീവ് ആണോ പാസീവ് ആണോ സെന്റൻസ് എന്നുള്ളത് കൂടെ നോക്കണം നിങ്ങൾ കേട്ടോ. അപ്പോൾ അതാണ് ഈ ചോദ്യത്തിൽ നമുക്ക് പറയാനുള്ളത്. അടുത്ത ചോദ്യം, എവ്രി മാൻ, വുമൺ ആൻഡ് ചൈൽഡ് ഡാഷ് ഈക്വൽ ബിഫോർ ലോ. എവ്രിക്ക് ശേഷം ഇത്രയും സാധനങ്ങൾ വന്നിട്ടുണ്ട്, എന്ത് കൊടുക്കാൻ പറ്റും? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, എവ്രിക്ക് ശേഷം നമ്മൾ സിംഗുലർ നൗണ് കൊടുത്തു കഴിഞ്ഞു, സിംഗുലർ വേർബ് കൊടുക്കും അല്ലേ. അതായത് എവ്രി മാൻ, ഈസ് കൊടുക്കും നമ്മൾ. എവ്രി മാൻ കഴിഞ്ഞിട്ട് നമ്മൾ ഈസ് കൊടുക്കും. ഇവിടെ എവ്രി മാൻ മാത്രമല്ല, എവ്രി വുമൺ ഉണ്ട്, ചൈൽഡും ഉണ്ട്. എന്ത് കൊടുക്കാൻ പറ്റും? ഇതൊന്നുമില്ല മക്കളെ. എവ്രിക്ക് ശേഷം എങ്ങനെ എന്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾ അവിടെ സിംഗുലർ കൊടുത്താൽ മതി. എങ്ങനെ എന്ത് വന്നു കഴിഞ്ഞാൽ അവിടെ സിംഗുലർ കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ എന്താ വരേണ്ടത്, ഈസ് ആണ്. എവ്രി മാൻ, വുമൺ ആൻഡ് ചൈൽഡ്. ഇവിടെ നിങ്ങൾ നോക്കി വെക്കേണ്ട ഒരു കാര്യം, ഇവിടെ മാൻ സിംഗുലർ ആണ്, വുമൺ സിംഗുലർ ആണ്, ചൈൽഡും സിംഗുലർ ആണ്. അപ്പം അതിനുശേഷം എത്ര നൗണും നമുക്ക് വരാം. ആ വരുന്ന നൗണൊക്കെ എന്തായിരിക്കണം, സിംഗുലർ നൗൺ ആയിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. എവ്രി, എ, ബി ആൻഡ് സി, ഈ പറയുന്ന എയും ബിയും സിയും എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. അതിനുശേഷം വരുന്നത് സിംഗുലർ വേർബാണ്. ആ കാര്യം ഓർത്തിരിക്കും. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് സാറേ ഇങ്ങനെ ആണെങ്കിൽ എന്ത് വരും, നമ്മുടെ എവ്രി ബോയ് ആൻഡ് എവ്രി ഗേൾ
ഇങ്ങനെ വരികയാണെങ്കിൽ എന്തായിരിക്കും സാറേ വരിക എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. സോറി, എവറി ബോയ് എന്താണ്, ആകെ കൺഫ്യൂഷൻ ആണ് അല്ലേ. എവറി ഗേൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക എന്നുള്ളത് ഒരു സംശയം വരും. ഇങ്ങനെ വന്നാലും നിങ്ങൾ അവിടെ സിംഗുലർ വേർബ് തന്നെ കൊടുക്കുക, വേറൊന്നും കൊടുക്കണ്ട. സോ എവറി എങ്ങനെ വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യുക, സിംഗുലർ വേർബ് കൊടുക്കാൻ നോക്കുക. അവിടെയും നിങ്ങൾ എന്ത് നോക്കണം, നേരത്തെ പറഞ്ഞതുപോലെ ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന് കൂടെ നോക്കണം കേട്ടോ. എന്നാൽ മാത്രമേ മാർക്ക് ശരിയാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എവറി മാൻ വുമൺ ആൻഡ് ചൈൽഡ് ഈസ് ഈക്വൽ ബിഫോർ ലോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പം എവറി മാൻ ആൻഡ് എവറി വുമൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഈസാണ്, എവറി മാൻ വുമൺ ആൻഡ് ചൈൽഡ് എന്ന് കൊടുത്താലും ഈസാണ്. ഒറ്റ കാര്യം നോക്കിയാൽ മതി, മാൻ സിംഗുലർ ആണോ വുമൺ സിംഗുലർ ആണോ ചൈൽഡ് സിംഗുലർ ആണോ എന്ന് മാത്രം നോക്കുക കേട്ടോ. യെസ്. ഇനി അടുത്ത ചോദ്യം, ജോണ കംപ്ലീറ്റഡ് ഹിസ് സ്റ്റഡീസ് ഫ്രം ഡാഷ് യൂണിവേഴ്സിറ്റി ഇൻ ഫ്രാൻസ്. നമുക്കറിയാം, ആർട്ടിക്കിൾ കൊടുക്കുന്ന റൂൾ അറിയാം. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചൊരു സാധനം ഉണ്ട്, എന്താ, AEIOU വന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ ആന് കൊടുക്കണമെന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ഇതെന്താണ്, ഇത് ഞാൻ പറയും ഇതൊരു പൊട്ട തെറ്റാണ് എന്ന് ഞാൻ പറയും. കാരണം നമ്മൾ ലെറ്റർ നോക്കിയിട്ടല്ല ആർട്ടിക്കിൾ ചൂസ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് ആ വാക്ക് ഉച്ചരിക്കുന്നത് നോക്കിയിട്ടാണ്. നമ്മൾ നോക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, എൻ്റെ മലയാളം കൈയക്ഷരം ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, ഇലെ പണ്ടേ പറയുന്നതാണ്, ഈ ഉ ഊ എ ഏ ഉ ഊ. ഈ സൗണ്ടുകൾ വരുന്ന വാക്കുകളിൽ മാത്രം നിങ്ങൾ ആർട്ടിക്കിൾ ആന് കൊടുക്കുക. ആ ഇ ഈ ഉ ഊ എ ഏ ഒ ഉ ആന് കൊടുക്കുക. അല്ലാത്തതിന് എന്ത് കൊടുക്കണം നിങ്ങൾ, അല്ലാതെ വരുന്നതിന് എ കൊടുക്കാൻ ശ്രമിക്കാം. അപ്പൊ യൂണിവേഴ്സിറ്റി യൂലാണെങ്കിൽ പോലും എന്താണ്, യാ സൗണ്ടാണ് അല്ലേ, യു യാ സൗണ്ട്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം, ഇവിടെ എ യൂണിവേഴ്സിറ്റി എന്ന് കൊടുക്കണം. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും, സിംഗുലർ കൗണ്ടബിൾ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നമ്മൾ എ യൂണിവേഴ്സിറ്റി എന്ന് കൊടുത്തു. ഇത് കഴിഞ്ഞ വീക്കിൽ നടന്നിട്ടുള്ള ഒരു എക്സാമിന് ചോദിച്ചതാണ്. ഇതേ യൂണിവേഴ്സിറ്റി ഇങ്ങനെയും കഴിഞ്ഞ വീക്കിൽ നടന്നിട്ടുള്ള ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഇൻ വിച്ച് ഷീ സ്റ്റഡിങ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ദ വേൾഡ്. നേരത്തെ ജോൺ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ എന്താ പറഞ്ഞത്, യൂണിവേഴ്സിറ്റി എന്നിവിടെ കൊടുത്തിട്ടുണ്ട്, പകരം ആ യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇൻ വിച്ച് ഷീ സ്റ്റഡിങ്. ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അവിടെ, ബട്ട് അവള് പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഇസ് എ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി. നോൺ സ്പെസിഫിക് അല്ല, ഒരു പെർട്ടിക്കുലർ ആണ്, സ്പെസിഫിക് ആണത്. ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടല്ല, അവൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി. അപ്പം സ്പെസിഫിക് ആണ്. അപ്പം സ്പെസിഫിക് ആകുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, ആർട്ടിക്കിൾ താ കൊടുക്കണം. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, നമുക്ക് തന്നിരിക്കുന്ന നൗണിന് വല്ല അഡ്രസ്സും ഉണ്ടോ, ആരെങ്കിലും പഠിക്കുന്ന സ്കൂളാണോ, അതോ ജസ്റ്റ് അവൾ സ്കൂളിൽ പഠിച്ചിട്ട് ഒരു സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്ന് മാത്രമാണോ പറയുന്നത്. സോ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ആ നൗണ് കൊടുത്തത്. അഡ്രസ്സ് ഉണ്ടോ, അഡ്രസ്സ് ഇല്ലേ, അഡ്രസ്സ് ഉണ്ട്. ഇവിടെ എന്താണ്, അവൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി അഡ്രസ്സ് ഉണ്ട്, അഡ്രസ്സ് ഉണ്ടെങ്കിൽ ആർട്ടിക്കിൾ ഇതാ കൊടുക്കട്ടോ. യെസ്. അതുപോലെ ഈ സാധനങ്ങൾ വരുന്നുണ്ടോ നോക്കുക, ആർട്ടിക്കിൾ ആൻ കൊടുക്കട്ടോ. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവാണ്, വി ഡാഷ് ഹിയർ ഫോർ ആൻ അവർ. ഇതൊന്നും നോക്കാനില്ല, നിങ്ങൾ സെന്റൻസ് ഇങ്ങനെ കാണുകയാണ്, അവിടെ നിങ്ങൾ ആ പ്രപ്പോസിഷൻ ഫോർ കാണാണ്, അതിനുശേഷം ഒരു ടൈം സാധനം കാണാം, ഫോർ 10 years, for 4 days, 4 weeks. അങ്ങനെ നിങ്ങൾ 4ന് ശേഷം ടൈം കാണുകയാണ്, നിങ്ങൾ സിൻസിന് ശേഷം ടൈം കാണുകയാണ്. ഇങ്ങനെയാണ് നിങ്ങളുടെ സെന്റൻസ് എങ്കിൽ അവിടെ ഏത് ടെൻസ് വരും എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ഒന്നെങ്കിൽ സിംഗുലർ ആണെങ്കിൽ ഹാസ് ബീൻ പ്ലസ് വേർബിന്റെ ING, രണ്ടാമത് പ്ലൂരൽ ആണെങ്കിൽ ഹാവ് ബീൻ പ്ലസ് വേർബിന്റെ ING. ഈ ഒരു സാധനം പഠിച്ചാൽ മതി. ഫോറും സിൻസും നമ്മുടെ സെന്റൻസിലുണ്ടോ, അതിനുശേഷം ഒരു ടൈം ഫ്രെയിം പറയുന്നുണ്ടോ, ഉറപ്പിച്ചോ അവിടെ എന്തായിരിക്കും, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം, വി ഹാവ് ബീൻ വെയിറ്റിംഗ്, വി ഹാവ് ബീൻ പ്ലേയിങ്, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മൺഡേ. അപ്പോൾ ഒക്കെ എന്താണ്, സിൻസ് ഫോർ സാധനങ്ങൾ വരികയാണെങ്കിൽ ഉറപ്പിച്ചോ അവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഈ ടെൻസ് ആണ് PSC പരീക്ഷകൾ വരിക. ഹാസ് ബീൻ പ്ലസ് വേർബിന്റെ ING, ഹാവ് ബീൻ പ്ലസ് വേർബിന്റെ ING. ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി, മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്, നോബഡി വാണ്ട്സ് ടു ബി പുവർ. ഇത് വളരെ സിമ്പിൾ ആയിട്ട്
ഒരു ചോദ്യമാണ്. പക്ഷെ ഒരുപാട് ആളുകൾ തെറ്റിക്കും. റൂളൊക്കെ അറിയുന്ന ആൾക്കാരാണ്. റൂള് ക്വസ്റ്റ്യൻ ടാഗിന്റെ റൂള് ക്വസ്റ്റ്യൻ ടാഗിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങ് പോകും. ബാക്കിയുള്ളത് ഗ്രാമർ അത് അപ്പോ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്താ സംഗതി? എന്താ നോബഡി വാണ്ട്സ് ടു ബി പുവർ. ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നില്ല? ഇവിടെ നമുക്ക് നമ്മുടെ ഓക്സിലറി വെബ് കാണാൻ പറ്റുന്നില്ല. ഓക്സിലറി വെബ് കാണാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന 3 സാധനമാണ് ഡു, ഡസ്, ഡിഡ്. അപ്പൊ നമ്മുടെ വോൺസ് എന്നുള്ളത് ഡസ് ഫോമിലാണ്. അപ്പൊ നമ്മൾ ഡസ് എടുക്കും. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് നോബഡി. ഈ ബഡി ഉള്ള കുറെ കാര്യങ്ങളുണ്ട് അല്ലെ? ബഡി ഉള്ള കുറെ കാര്യങ്ങൾ. എവ്രിബഡി, നോബഡി, സംബഡി, എനിബഡി. അതേപോലെ വണ്ണ് വരുന്ന സംവൺ, നോവൺ, എനിവൺ, എവ്രി വൺ. ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ സാധനങ്ങൾ വരുമ്പോൾ എന്താണ് നമ്മൾ എടുക്കേണ്ട പ്രോനൗൺ എന്ന് പറയുന്നത് ദേ ആണ്. അപ്പം ഡസ്, ദേ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കണം. നോബഡി ഓൾറെഡി നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഡസ് ദേ എന്നാണ് കൊടുക്കും. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിന്റെ റൂള് മാത്രം പഠിച്ചങ്ങ് പോവാണ്. പക്ഷെ ഇതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. അതിന് മുന്നേ നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട്. അവിടെ നമ്മൾ പഠിച്ചത് എന്താണ്? സിംഗിൾ ആയിട്ടുള്ള ആളുകളെ നമുക്ക് കല്യാണം കഴിച്ച ആൾക്കാരെ കൂടെ പറഞ്ഞേക്കാൻ പറ്റൂല. പ്ലൂറൽ ആയിട്ടുള്ള ആളുകളുടെ കൂടെ സിംഗിൾ ആയിട്ടുള്ള ഒരാളെ പറഞ്ഞേക്കാൻ പറ്റൂല. നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറയും. നാട്ടുകാർ പറഞ്ഞില്ലെങ്കിലും എന്താണ് PSC പറയും ഇതിന് മാർക്കില്ല എന്ന്. അപ്പൊ എന്ത് ചെയ്യണം? ഡസ് ഉണ്ട്, ദേ ഉണ്ട്. അപ്പൊ എന്താ ചെയ്യാ? ഒന്നെങ്കിൽ നമുക്ക് ഡസ് മാറ്റണം, അല്ലെങ്കിൽ ദേ മാറ്റണം. ദേ ഒരിക്കലും മാറ്റാൻ പറ്റൂല. കാരണം നോബഡിക്ക് വേറെ നമുക്ക് എന്തെടുക്കാൻ പറ്റൂല? പ്രോനൗൺ എടുക്കാൻ പറ്റൂല. അപ്പൊ ഡസ് എന്ത് ചെയ്യണം? മാറ്റണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡസ്സിനെ നമ്മൾ ഡു ആക്കി പ്ലൂരൽ ആക്കി മാറ്റണം. അപ്പൊ ഡു, ദേ എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കും. അപ്പോ നമുക്ക് നോക്കുമ്പോൾ എന്ത് മനസ്സിലായി? നോബഡി, സംബഡി, എനിബഡി, എവ്രിബഡി, നോ വൺ, സംബഡി, എവ്രി വൺ, അങ്ങനെ പോലെയുള്ള കുറച്ച് സാധനങ്ങൾ വരികയാണെങ്കിൽ ഓർത്തിരുന്നോ. അതിനുശേഷം നമ്മുടെ സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റിൽ എന്താ സംഗതി? അതിനുശേഷം സിംഗുലർ വേർബ് വരണമെന്നാ. അതിനുശേഷം സിംഗുലർ വേർബ്, അത് നോബഡിക്ക് ഈസ് പറയും, എവ്രി വൺ വോസ് പറയും. അപ്പൊ ഇതിനൊക്കെ സിംഗുലർ ആണ്. വേർബ് ഓക്സിലറി ഒക്കെ സിംഗുലർ ആയിരിക്കും വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? ക്വസ്റ്റ്യൻ ടാഗിലേക്ക് വരുമ്പോൾ ആ ഓക്സിലറി നമ്മൾ പ്ലൂരൽ ആക്കണം. കാരണം ഇവക്കെല്ലാം എടുക്കുന്ന പ്രോനൗൺ എന്ന് പറയുന്നത് ദേ ആണ്. അപ്പൊ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റൂല? നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റൂല. വോസ് ദേ എന്ന് കൊടുക്കാൻ പറ്റൂല. പകരം നിങ്ങൾ എന്ത് കൊടുക്കണം? വേർ ദേ എന്ന് കൊടുക്കണം. അതേപോലെ നിങ്ങൾക്ക് ഈസ് അവിടെ കൊടുക്കാൻ പറ്റൂല. ഇവിടെ നിങ്ങൾ ആർ ദേ എന്ന് കൊടുക്കണം. ഹാസ് ദേ എന്ന് കൊടുക്കാൻ പറ്റൂല. നിങ്ങൾക്ക് എന്ത് കൊടുക്കാനേ പറ്റുള്ളൂ? ഹാവ് ദേ എന്നേ കൊടുക്കാൻ പറ്റുള്ളൂ. സോ അത് കൃത്യമായിട്ട് നോർത്തിരിക്കും. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാ? എല്ലാം അവിടെ പ്രോനോണ് ദേ വരുന്നതുകൊണ്ടാ. പ്രോനോണ് ദേ വരുന്നുണ്ട്, അതൊരു പ്ലൂരലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലുണ്ടായിരിക്കുക. പ്ലൂരലിന്റെ കൂടെ പ്ലൂരലേ വരുള്ളൂ എന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അതും ഓർമ്മയിലുണ്ടായിരിക്കും. അപ്പം തെറ്റിക്കാതിരിക്കുക കേട്ടോ. അപ്പം ഇത് സ്ഥിരമായിട്ട് കോമൺ ആയിട്ട് വരുന്ന സാധനമാണ്. സ്ഥിരമായിട്ട് നമ്മുടെ കുട്ടികൾ തെറ്റിക്കുന്നതാണ്. അപ്പോൾ അത് ഇനി നിങ്ങൾ തെറ്റിക്കരുത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിനീത ഈസ് ഡാഷ് ദാൻ ഹെർ സിസ്റ്റേഴ്സ് റീനു ആൻഡ് സീമ. യെസ്, റീനു അല്ല റേനു, എന്തൊക്കെയോ ആയിക്കോട്ടെ അല്ലെ. യെസ്, ഓൾഡർ, ജൂനിയർ, സുപ്പീരിയർ, എൽഡർ. യെസ്, അപ്പൊ തന്നെ നേരെ വിനീത സിസ്റ്റേഴ്സ് ആണ് പറയുന്നത്. നമുക്കറിയാം എൽഡർ നമ്മൾ അങ്ങ് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ചെറിയൊരു പ്രശ്നമല്ലേ? ചെറിയൊരു പ്രശ്നമുണ്ട്. എൽഡറിന് ശേഷം നമ്മൾ 2 അല്ലേ വരേണ്ടത്? എൽഡറിന് ശേഷം 2 അല്ലേ വരേണ്ടത്? ഇവിടെ ദാൻ അല്ലേ കൊടുത്തത്? നോക്കണം നിങ്ങൾ. നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ 2 ആണോ ദാൻ ആണോ എന്ന് നോക്കണം. ഫാമിലിയൽ കാര്യങ്ങൾ നിങ്ങൾ നോക്കട്ടെ. ഫാമിലി അവിടെ നിൽക്കട്ടെ, ബ്ലഡ് റിലേഷൻഷിപ്പ് അവിടെ നിൽക്കട്ടെ. ദാൻ ആണോ 2 ആണോ കൊടുത്തത് നോക്കാം. ദാൻ ആണെങ്കിൽ ഓൾഡർ കൊടുക്കണം, 2 ആണെങ്കിൽ എൽഡർ കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പൊ ദാൻ ആണോ 2 ആണോ കൊടുത്തത് നോക്കുക. അവിടെ 2 ആണെങ്കിൽ എൽഡർ, ദാൻ ആണെങ്കിൽ ഉറപ്പിച്ചു അവിടെ എൽഡർ കൊടുക്കാൻ പറ്റില്ല, ഓൾഡറേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ വിനീത ഈസ് ഓൾഡർ ദാൻ ഹെർ സിസ്റ്റേഴ്സ് റേനു ആൻഡ് സീമ. ഇവിടെ 2 നമുക്കറിയാം. ജൂനിയറിന്റെ കൂടെ 2 ആ കൊടുക്കുക, സുപ്പീരിയറിന്റെ കൂടെ 2 ആ കൊടുക്കുക, എൽഡറിന്റെയും കൂടെ 2 ആണ്. ദാന് കൊടുക്കാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ അവിടെ, ഓൾഡർ എന്നുള്ളത്. അപ്പോൾ സെന്റൻസ് കൃത്യമായിട്ട് വായിക്കണം നിങ്ങൾ. ആ ഫാമിലിയാണ്, സിസ്റ്റേഴ്സ് ആണ്, ബ്രദേഴ്സ് ആണ്, ബ്ലഡ് റിലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് എൽഡർ കുത്താൻ നിൽക്കരുത്. അവിടെ ദാനാണോ
അവിടെ 2 ആണോ കൊടുത്തതെന്ന് നോക്കണം. ദാൻ ആണെങ്കിൽ ഓൾഡർ, 2 ആണെങ്കിൽ എൽഡർ. ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. കുട്ടികൾ തെറ്റിക്കുന്നതാണ്, ഒരുപാട് കുട്ടികൾ തെറ്റിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാനത് ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ എടുത്തത്. ഇനി നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് എന്ത് ചെയ്യരുത്, ഇത് തെറ്റിക്കരുത്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. യെസ്, അടുത്ത ചോദ്യം. മൈ മദർ ആസ്ക്ഡ് മീ വേർ ഡാഷ്. ഇങ്ങനെ ചോദ്യം വരാറുണ്ട്. ഇത് ആക്ച്വലി ഏത് ഭാഗത്തു നിന്നാന്ന് പോലും ചില ആളുകൾക്ക് ഇത് എന്ത് ചോദ്യം അല്ലേ. ഇത് ആക്ച്വലി ഒന്നുമില്ല മക്കളെ. ഇതിന്റെ രൂപം നോക്കി നിങ്ങൾ, മൈ മദർ ആസ്ക്ഡ് മീ വേർ, ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ക്വസ്റ്റ്യനാ മക്കളെ. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻ. അതിങ്ങനെയും വരും. അതായത് തന്നിരിക്കുന്ന സാധനം റിപ്പോർട്ട് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കൂല, ഇങ്ങനെയും ചോദ്യം വരും. അപ്പൊ മൈ മദർ ആസ്ക്ഡ് മീ വേർ, അപ്പൊ ഇവിടെ എന്താണ്, ഒരു WH ക്വസ്റ്റ്യനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. WH ക്വസ്റ്റ്യനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? ഒന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണ്, പാസ്റ്റിലായിരിക്കും. പ്രസന്റ് ടെൻസ് വല്ലപ്പോഴേ ഉണ്ടാവുള്ളൂ. പ്രസന്റ് ടെൻസ്, അതായത് ടെൻസ് മാറാത്ത കേസ് എന്ന് പറയുന്നത് 1% ഉള്ളൂ. ബാക്കി 99% കേസസിലും എന്ത് ചെയ്യും, ടെൻസ് മാറും. അപ്പോൾ നമ്മൾ പ്രസന്റ് ടെൻസിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഐ ആമും ആം ഐ ഗോയിങ്ങും നമ്മൾ യൂസ് ചെയ്യും. സോറി. ഇനി രണ്ടാമത്തത് വാസ് ഐ ഗോയിങ് ആണോ ഐ വാസ് ഗോയിങ് ആണോ? നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പാസീവ് വോയിസ് ആയിക്കോട്ടെ ആക്റ്റീവ് വോയിസ് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ സബ്ജക്റ്റിന്റെ മുന്നേ ഓക്സിലറി വരണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് ഒരു WH ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമ്മൾ ഓക്സിലറി കൊടുക്കും, എന്നിട്ട് നമ്മൾ സബ്ജക്റ്റ് പിന്നെ ആ മെയിൻ വേർബ് പറയാം അല്ലേ. വേർ ആർ യു ഗോയിങ്, അങ്ങനെയല്ല പറയാം. വേർ ആർ യു, സബ്ജക്റ്റ് ഗോയിങ്, ഇങ്ങനെയല്ലേ ചോദിക്കുക ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ നേരെ എന്ത് ചെയ്യും, വാസ് ഐ ഗോയിങ്. പറ്റുമോ? ഇല്ല, പറ്റൂല. ഇതതിന് ക്വസ്റ്റ്യൻ ആണോ നോക്കണേ നിങ്ങൾ. വേർ ആർ യു ഗോയിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ അവസാനം എന്തിടാം, ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. എന്നാൽ മൈ മദർ ആസ്ക്ഡ് മീ വേർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പാ. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ആണോ? ഇത് ക്വസ്റ്റ്യൻ അല്ല. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ടേ? അപ്പൊ എന്താണ്, ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി എന്താണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. അപ്പൊ ക്വസ്റ്റ്യൻ ആകുമ്പോൾ മാത്രമേ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവുള്ളൂ. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ സബ്ജക്റ്റിന്റെ മുന്നേ എന്ത് വരുള്ളൂ, ഓക്സിലറി വരുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ആവുമ്പോൾ മാത്രം അത് ചെയ്താൽ മതി. അല്ലാത്തപ്പോൾ എന്ത് ചെയ്യണം, സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓക്സിലറിയും മെയിൻ വേർബും കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താ വരിക, വേർ ഐ വാസ് ഗോയിങ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്ന് അറിയണം. റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് അറിയണം. ഒരു ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലായിരിക്കണം. WH, ഓക്സിലറി, സബ്ജക്റ്റ്, മെയിൻ വേർബ്, അങ്ങനെ പോകും. അതിൻ്റെ അവസാനം എന്തുണ്ടാവും, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. എന്നാൽ റിപ്പോർട്ടഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ ഉള്ള, ഫുൾ സ്റ്റോപ്പ് ആടുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ അവിടെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ കൊടുക്കണമെങ്കിൽ അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് വേണം. ദെൻ വേറൊരു കാര്യം കൂടെ എന്താണ്, നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മിക്കവാറും ഒരു 99% എന്തായിരിക്കും, പാസ്റ്റ് ടെൻസിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു ബോധ്യം കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും കേട്ടോ. ഇനി അടുത്ത ചോദ്യം. ഐ വുഡ് റാദർ ഡാഷ് അറ്റ് ഹോം ദാൻ ഗോ ടു ദ പാർട്ടി. വുഡ് റാദർ എന്ന് പറയുമ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഐ പ്രിഫർ എന്ന് പറയാറുണ്ടല്ലോ, ഐ പ്രിഫർ കോഫി ടു ടീ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ സാധനം തന്നെയാണ് വുഡ് റാദർ. വുഡ് റാദർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒറ്റ സാധനമുള്ളൂ. വുഡ് കണ്ടോ നിങ്ങൾ? വുഡ് കണ്ടോ? വുഡ് കാണുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ, വുഡ് എന്ന് പറഞ്ഞാൽ ഒരു മോഡൽ ഓക്സിലറി ആണ്. വുഡ്, കുഡ്, ഷുഡ്, ഇവക്കൊക്കെ ശേഷം നമ്മൾ വേർബിന്റെ ഒന്നാമത്തെ ഫോം അല്ലേ യൂസ് ചെയ്യുക. വുഡ്, കുഡ്, ഷുഡ്, മേ, മൈറ്റ്, സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വേർ ഇൻഫിനിറ്റീവാ, വേർബിന്റെ ഒന്നാമത്തെ ഫോമാ. ഒന്നും നോക്കാനല്ല. ഐ വുഡ് റാദർ സ്റ്റേ അറ്റ് ഹോം ദാൻ ഗോ ടു ദ പാർട്ടി. ഞാൻ വീട്ടിൽ നിൽക്കാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പുറത്ത് പാർട്ടിയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ നിൽക്കാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫയർമാൻ എക്സാമിന് ചോദിച്ചൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഐ വുഡ് റാദർ യു ഡാഷ് ഇൻഡോസ്. എന്ത് കൊടുക്കാൻ പറ്റും? നേരത്തെ അതേ സ്ട്രക്ചറാണ്, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ, ഇവിടെ നിങ്ങൾക്ക് വേറൊരാളെ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഐ വുഡ് റാദർ യു. ഇവിടെ യു എന്തിനാ വന്നല്ലേ? നേരത്തെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്നല്ലേ പറഞ്ഞത്. ഇവിടെ ഇങ്ങനെയല്ല.
ഇവിടെ നീ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരാൾ ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ. ഇവിടെ സബ്ജക്റ്റ് 1 ഉണ്ട്, സബ്ജക്റ്റ് 2 ഉണ്ട്. അതായത് സബ്ജക്റ്റ് 1 സബ്ജക്റ്റ് 2 ഇങ്ങനെ പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ പ്രിഫർ ചെയ്യുന്നു ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇവിടെ നമുക്ക് V1 അല്ല കൊടുക്കേണ്ടത്, ഇവിടെ നമ്മൾ V2 ആണ് കൊടുക്കേണ്ടത്. ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ് സ്മോക്ക് ഇൻഡോസ്. നീ ആ വീട്ടിൻ്റെ അകത്ത് വലിക്കാതിരിക്കുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അതാണ്. അപ്പോൾ ഈ സ്ട്രക്ചർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തത് വുഡ് റാദറിന് ശേഷം നമ്മൾ ഇത് എഴുതി വെച്ചോ, V1 ആണ് വരുന്നത്. ഇതാണ് ബേസ് സ്ട്രക്ചർ. എന്നാൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, സബ്ജക്റ്റ് 1 പ്ലസ് വുഡ് റാദർ, അതിനുശേഷം നമ്മുടെ വേറെ സബ്ജക്റ്റ് 2 ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനു ശേഷം നമ്മൾ കൊടുക്കേണ്ടത് V2 ആണ്. ഈ ഒരു സ്ട്രക്ചർ, 2 സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരമായി. വുഡ് റാദർ V1, ഐ വുഡ് റാദർ സ്റ്റേ, ഐ വുഡ് റാദർ യു സ്റ്റേഡ്. നോക്കണം, നിങ്ങൾ ഒറ്റ സെന്റൻസാ നോക്കണം നിങ്ങൾ. ഞാൻ അതൊന്നുകൂടെ എഴുതാം. ഐ വുഡ് റാദർ സ്റ്റേ ഹിയർ എന്ന് ഞാനിവിടെ കൊടുക്കുകയാണ്, ഞാനിവിടെ നിൽക്കുകയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. രണ്ടാമത്തത് നീ ഇവിടെ നിൽക്കുന്നതാ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഐ വുഡ് റാദർ, നീ പോവരുത് അല്ലേ, റാദർ യു സ്റ്റേഡ് ഹിയർ, നീ ഇവിടെ നിൽക്കുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പം വേറെ ആൾ ഇങ്ങനെ ചെയ്താണെന്നത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രിഫർ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ അവിടെ V2 കൂടെ യൂസ് ചെയ്യണം. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കും കേട്ടോ. ഇനി നമ്മൾ നേരെ അടുത്തേക്കാണ്. വുഡ് യു മൈൻഡ്. നിങ്ങൾക്ക് അറിയാം വുഡ് യു മൈൻഡ് വന്നു കഴിഞ്ഞാൽ എന്താ മക്കളെ, വുഡ് യു മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുശേഷം ജെറൻഡ് ആണ്. നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവില്ല. ഇതേ ഒരു സാധനം നമുക്ക് വേറെ രീതിയിലും കൂടെ ചോദിക്കാം. എങ്ങനെയാ? ഡു യു മൈൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നോക്കണം നിങ്ങൾ, വുഡ് യു മൈൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഡു യു മൈൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ജെറൻഡ് തന്നെയാണ്. അപ്പോൾ ഒന്ന് മാറി നിൽക്കുമോ അല്ലേ, ഞാൻ ഒന്ന് മാറി നിൽക്കുന്ന നീ മൈൻഡ് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാളുടെ ഉത്തരം എന്തായിരിക്കും? അയാളുടെ ഉത്തരം ഇങ്ങനെ ആയിരിക്കും, ഐ വുഡിൻറ്റ്, ഞാൻ മൈൻഡ് ചെയ്യൂല, ഐ വുഡിൻ മൈൻഡ്. അല്ലെങ്കിൽ ഡു യു മൈൻഡ് എന്ന് ചോദിക്കുമ്പോൾ ഐ ഡോണ്ട് മൈൻഡ്. ഇതിന് ശേഷം നിങ്ങൾ ഏത് വേർബായിരിക്കും യൂസ് ചെയ്യുക, ഏത് ഫോമായിരിക്കും യൂസ് ചെയ്യുക? വുഡ് യു മൈൻഡ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഡു യു മൈൻഡ് കണ്ടിട്ടുണ്ട്. ഐ വുഡ് ഇൻ മൈൻഡ് അല്ലെങ്കിൽ ഐ ഡോണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയുക അതിൻ്റെ ആൻസർ ആയിട്ട്? ഇവിടെയും നിങ്ങൾ എന്താണ്, ജെറൻഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെയും നിങ്ങളുടെ ജെറൻഡ് തന്നെയാണ്. അതായത് ഐ വുഡ് ഇൻ മൈൻഡ് മൂവിങ് എ ബിറ്റ്, ഐ ഡോണ്ട് മൈൻഡ് മൂവിങ് എ ബിറ്റ്. അപ്പോൾ ചോദ്യമായി അതിൻ്റെ ആൻസറുമായി. ഒന്നാമത്തത് വുഡ് യു മൈൻഡ്, ഐ വുഡ് ഇൻ മൈൻഡ്. ഡു യു മൈൻഡ്, ഐ ഡോണ്ട് മൈൻഡ്. ഇപ്പൊ രണ്ടില്ല കേസിലും എന്താണ്, ഉത്തരമായാലും ചോദ്യമായാലും നിങ്ങൾ അവിടെ എന്ത് കൊടുക്കുക, ജെറൻഡ് യൂസ് ചെയ്യാം. ഇനി ഈ സ്ട്രക്ചറിന് ചെറുതായിട്ടൊന്ന് ഞാൻ മാറ്റാൻ പോകണം കേട്ടോ. ചോദ്യം എങ്ങനെയാണ്? വുഡ് യു മൈൻഡ് ഇഫ് ഐ. അതിൻ്റെ ഇടയിൽ ഒരു ഇഫ് ഐ ഉണ്ട്. എന്ത് കൊടുക്കാൻ പറ്റും? എന്ത് കൊടുക്കാൻ പറ്റും? ഒന്നുമില്ല. നിങ്ങൾ സബ്ജക്റ്റ് വേർബ്, നിങ്ങൾ കണ്ടീഷണൽ സെന്റൻസ് പഠിച്ചിട്ടില്ലേ? കണ്ടീഷൻ സെന്റൻസിൽ വുഡ് മൈൻഡ്, അതായത് വുഡ് പ്ലസ് V1 മെയിൻ ക്ലോസിൽ വന്നു. അപ്പോ ഇഫ് ക്ലോസ് ഇപ്പുറത്തുണ്ട്, മെയിൻ ക്ലോസ് ഉണ്ട്, ഇഫ് ക്ലോസ് ഉണ്ട്. സെക്കൻഡ് കണ്ടീഷനിൽ നമ്മൾ ഏതാ കൊടുക്കുക? വുഡ് യു മൈൻഡ് കഴിഞ്ഞു, അതായത് വുഡ് V1 കഴിഞ്ഞു. പിന്നെ പറയുന്നത് ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസിൽ എന്തായിരിക്കും നമ്മൾ കൊടുക്കുക? V2 ആണ് കൊടുക്കുക. സിമ്പിൾ ആണ്. വുഡ് യു മൈൻഡ് ഇഫ് ഐ പ്ലേഡ് ദ മ്യൂസിക് നൗ. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, വുഡ് യു മൈൻഡ് വന്നു കഴിഞ്ഞാൽ V2 ആണ് കൊടുക്കുക കേട്ടോ. വുഡ് യു മൈൻഡ് അല്ല, വുഡ് യു മൈൻഡ് ഇഫ് ഐ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ V2 കൊടുക്കുക. കാരണം നമുക്കിത് സെക്കൻഡ് കണ്ടീഷനിലാണെന്ന് മനസ്സിലാവും. എന്നാൽ ഇതിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് വീണ്ടും മാറ്റി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നോക്കൂ നിങ്ങൾ. ഇതിനെ നമ്മൾ ഡു യു മൈൻഡ് ആണെങ്കിലോ, ഡു യു മൈൻഡ് ആണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക, അവിടെയും ചെറുതായിട്ടൊരു വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ നേരത്തെ വുഡ് യു മൈൻഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് കണ്ടീഷനലാണ്, ഡു യു മൈൻഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് കണ്ടീഷനലാവില്ല, അത് ഫസ്റ്റ് കണ്ടീഷനിലാവുക. ഇഫ് ഐ എന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്ലേ എന്നാ കൊടുക്കുക, V1 ആ കൊടുക്കുക. ഡു യു മൈൻഡ് ഇഫ് ഐ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? പ്ലേ എന്ന് കൊടുക്കുക. അപ്പൊ നമ്മളിവിടെ ഞാൻ എഴുതുന്നു ഡു യു മൈൻഡ് ഇഫ്
ഐ V1. അപ്പം വുഡിന് മാത്രം വുഡ് യു മൈൻഡ് ഇഫ് ഐക്ക് മാത്രം V2, ഡു യു മൈൻഡ് ഇഫ് ഐക്ക് V2. ഇനി PSC തിരിച്ചൊരു സാധനം കൂടെ ചോദിച്ചാലോ, ഇതിൻ്റെ ആൻസർ ചോദിച്ചാലോ? വുഡ് യു മൈൻഡ് ഇഫ് ഐ എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് മൈൻഡ് ഇഫ് യു, തിരിച്ച് അതിൻ്റെ ആൻസർ എന്തായിരിക്കും? വുഡ് യു മൈൻഡിൻ്റെ ആൻസർ ഇങ്ങനെ ആയിരിക്കും, ഐ വുഡിൻ മൈൻഡ്, ഞാൻ മൈൻഡ് ചെയ്യൂല നീ അങ്ങനെ ചെയ്താൽ. ഐ വുഡിൻ മൈൻഡ് ഇഫ് യു, സെക്കൻഡ് കണ്ടീഷനല്ല, അവിടെയും നമ്മൾ എന്ത് കൊടുക്കണം? V2 ആ മക്കളെ കൊടുക്കുക. ഐ വുഡിൻ മൈൻഡ് ഇഫ് യു V2 കൊടുക്കുക. ഡു യു മൈൻഡിലേക്ക് വരുമ്പോൾ നോക്കൂ നിങ്ങൾ, ഐ ഡോണ്ട് മൈൻഡ് ഇഫ് യു കഴിഞ്ഞിട്ട് നമ്മൾ V1 കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. രണ്ടും സെയിം സ്ട്രക്ചറാണ്. ആൻസറിന് സെയിം സ്ട്രക്ചർ ആയിരിക്കണം, ക്വസ്റ്റ്യനും സെയിം സ്ട്രക്ചർ ആയിരിക്കണം. ഇത്രയേ റൂളുള്ളൂ. ആൻസറിനും സെയിം സ്ട്രക്ചർ, ക്വസ്റ്റ്യനും സെയിം സ്ട്രക്ചർ, വേറെ ഒന്നും നോക്കണ്ട, സെയിം കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഡു യു മൈൻഡ്, വുഡ് യു മൈൻഡ്, അതിൻ്റെ ചോദ്യവും ആൻസറും ഒരേ ജെറൻ്റ് ആയിരിക്കണം. വുഡ് യു മൈൻഡ് ഇഫ് ഐ V2, ഐ വുഡിൻ മൈൻഡ് ഇഫ് യു V2. ഡു യു മൈൻഡ് ഇഫ് ഐ V1, ഐ ഡോണ്ട് മൈൻഡ് ഇഫ് യു V1. വേറെ ഒന്നുമില്ല കേട്ടോ. ക്വസ്റ്റ്യനും ചോദ്യത്തിനും ഒരേ സ്ട്രക്ചർ ആയിരിക്കും എന്നുള്ള കാര്യം. കാരണം PSC ഇത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇനി നാളെ എന്ത് ചെയ്യും? മാറ്റി ചോദിച്ചേക്കാം അല്ലേ? മാറ്റങ്ങൾ ആരാണ് ഇഷ്ടപ്പെടാത്തത് അല്ലേ? യെസ്, അത്രയേ ഉള്ളൂ. ഇനി അടുത്തതാണ്, നിങ്ങൾ പലരും തെറ്റിക്കുന്ന ഒരു സാധനമാണ് ഇത്. ഓവർ കോൺഫിഡൻസ് ആണോ അതോ ഒന്നുകൂടെ സ്പീഡാക്കി അടുത്തതൊക്കെ എഴുതണം എന്നുള്ളതിലോടാണോ അറിയില്ല, കുറെ ആൾക്കാർ തെറ്റിക്കുന്നതാണ്. സൂരജ് ഹാസ് ഡ്രോൺ 2 പിക്ചേഴ്സ്. നിങ്ങൾക്ക് പാസീവ് വോയിസ് ഒക്കെ ആക്കാൻ അറിയാം. ഹാസ് എന്നുള്ളത് ഹാസ് ബീൻ ആകും. നേരെ നിങ്ങൾ എന്ത് കൊടുക്കും? ഹാസ് ബീൻ വരുന്നത് ഒറ്റ ആൻസർ ആണ്, ഓപ്ഷൻ സി അങ്ങ് ചൂസ് ചെയ്യും. അത് കണ്ട് ഒറ്റ പോക്ക ഹാസ് കണ്ട് ഹാസ് ബീൻ ആക്കി അങ്ങ് പോകും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ നോക്കണം നിങ്ങൾ, 2 പിക്ചേഴ്സ് എന്നുള്ളതാണ് ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ പാസീവ് വോയിസിൽ അത് സബ്ജക്റ്റ് ആയിട്ട് വരും. 2 പിക്ചേഴ്സ്, 2 പിക്ചേഴ്സ് പ്ലൂരലാ. അപ്പോൾ ഹാസ് ബീൻ എന്നുള്ളത് കൊടുത്താൽ ശരിയാവുമോ? ഇല്ല. അപ്പം നമ്മൾ ഇതിനെ പ്ലൂരൽ ആക്കണം. നമ്മളിവിടെ ഹാവ് ബീൻ എന്ന് തന്നെ കൊടുക്കണം. അപ്പം എന്ത് ചെയ്യരുത്? നിങ്ങൾ ഓടിച്ചാടിയിട്ട് തോക്കിൽ കയറി വെടി വെക്കാൻ നിൽക്കരുത്. അതായത് ആളുകൾക്ക് എന്താണ്, ഓവർ കോൺഫിഡൻസോടുകൂടി പരീക്ഷയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അറിയാം, അവർക്ക് റൂളൊക്കെ അറിയാം, ഹാസ് ബീൻ ആക്കുന്നു. പക്ഷെ 2 പിക്ചേഴ്സ് അവർ കാണൂല. നേരെ പോയിട്ട് ഹാസ് ബീൻ വരുന്നത് മാത്രം നോക്കിയിട്ട് യെസ്, ഓപ്ഷൻ സി ആൻസർ, ഒരു മാർക്ക് കിട്ടിയിരിക്കുന്നു. വീട്ടിലെത്തുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ അതാണ് പലർക്കും എന്താണ്, നമ്മുടെ അനാലിസിസ് വീഡിയോയിലൊക്കെ ഉണ്ട്, ഞാൻ എഴുതുമ്പോൾ എനിക്ക് 100 മാർക്ക് കിട്ടിയിരുന്നു. വീട്ടിലെത്തിയപ്പോൾ എന്ത് ചെയ്ത് കുറച്ചുകൂടെ കുറഞ്ഞു. പിന്നെ അനാലിസിസ് വീഡിയോ കൂടെ കണ്ടപ്പോൾ കുറച്ചുകൂടെ കുറഞ്ഞു. പിന്നെ പ്രൊഫഷണൽ കീ എന്ന് പറയുമ്പോൾ അതിലും കുറഞ്ഞു. അങ്ങനെയാണ് ചില ആളുകൾ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യരുത്? തോക്ക് കയറി വെടിവെക്കരുത് കേട്ടോ. യെസ്. ഇനി അടുത്തതാണ്, വി ടൂഡ് മൂന്നാ ഡാഷ് ബസ് ലാസ്റ്റ് മന്ത്. എന്ത് കൊടുക്കാൻ പറ്റും? ഓൺ, അറ്റ്, ദ, ഇൻ. ബസ് എന്താ സംഗതി? ബസ്സിൽ നിങ്ങൾക്കും എനിക്കും ഒക്കെ നടക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനുണ്ട്. അതുകൊണ്ടല്ലേ കണ്ടക്ടർ പറയാറുണ്ട് അല്ലേ, പന്ത് കളിക്കാനുള്ള സ്ഥലമുണ്ടോ, ഒന്നും മാറി മുന്നോട്ടേക്ക് നിൽക്കുമെന്ന് നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പറയാറുണ്ട് അല്ലേ. അപ്പൊ ഞാൻ പറയും, ഞാൻ ഗോളിയാണ്, ഗോളി അവിടെ നിന്ന് മൂവ് ചെയ്യൂല എന്ന് ഞാൻ പറയില്ലേ. യെസ്. അപ്പൊ എന്താണ്, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുകയാണ്. മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി സംഭവം? ഒരു പ്രതലത്തിന്റെ മുകളിലൂടെ നമ്മൾ ഇങ്ങനെ നടന്നു പോകുന്നതിനെയാണ് നമ്മൾ മൂവ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന കുറെ വാഹനങ്ങളുണ്ട്. ബസ്, ട്രെയിന്, എയറോപ്ലെയിന്, അതേപോലെ ഫെറി, ഷിപ്പ് പോലെയുള്ള സാധനങ്ങളുണ്ട്. ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങൾക്ക് മുന്നിൽ നമ്മൾ എന്താ കൊടുക്കുക? ഓണാണ് കൊടുക്കുക. മൂവ് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങൾ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മൂവ് ചെയ്യാൻ പറ്റുന്ന ട്രെയിന്, ഫെറി, പ്ലെയിന്, ബസ്, ഷിപ്പ് സാധനങ്ങളുണ്ട്. അതിൻ്റെ മുന്നിൽ നിങ്ങൾ ആർട്ടിക്കിൾ വരുന്നുണ്ടോ നോക്കുക. ആർട്ടിക്കിൾ ഏതൊക്കെ വരാം? എ വരാം, ആന് വരാം, അതേപോലെ ദ വരാം. അല്ലെങ്കിൽ പൊസസീവ് അജക്റ്റീവ്, അതായത് നമ്മുടെ മൈ, ഹിസ്, ദയർ പോലെയുള്ള സാധനങ്ങൾ വരുന്നുണ്ടോ നോക്കുക. ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവിടെ ഓൺ കൊടുക്കാനേ പറ്റുള്ളൂ കേട്ടോ. ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ മാത്രം ഓൺ കൊടുക്കുക. ഇല്ലെങ്കിൽ എന്ത് കൊടുക്കണം? അവിടെ നിങ്ങൾ ബൈ എന്ന് പറയുന്ന വേറൊരാളുണ്ട്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോ മൂവ് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളുടെ നമ്മൾ ഓൺ ആണ് കൊടുക്കുക. എപ്പോ?
അവിടെ ആർട്ടിക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ. ഇനി ബാക്കിയുള്ള വാഹനങ്ങൾ എന്ത് ചെയ്യും? മൂവ് ചെയ്യാൻ പറ്റാത്ത വാഹനങ്ങളുണ്ട്, കാറ്, ടാക്സി ഒക്കെ. അപ്പൊ അതിന്റെ അകത്ത് നിൽക്കുകയല്ലേ നമ്മള്. മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അത് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ അതിന്റെ അകത്ത് എന്താണ് കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അകത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ കൊടുക്കുക? ഇന്നല്ലേ കൊടുക്കുക. അപ്പൊ ഇൻ എ കാർ, ഇൻ ഹിസ് ടാക്സി. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ ഇന്നാണ് കൊടുക്കുക. ഇവിടെയും നോക്കൂ നിങ്ങൾ, ഞാൻ ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്, പൊസസീവ് അഡ്ജക്റ്റീവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മാത്രം നിങ്ങൾ എന്ത് കൊടുക്കുക? ഇന്ന് കൊടുക്കുക. ഈ രണ്ടും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ബൈ കൊടുക്കുക. അപ്പൊ ആർട്ടിക്കിൾ ഉണ്ടോ പൊസസീവ് അഡ്ജക്റ്റീവ് ഉണ്ടോ വാഹനങ്ങൾക്ക് മുന്നിലെങ്കിൽ മാത്രം അവ നടക്കാൻ പറ്റുന്നതാണോ അകത്താണോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇന്ന് ഓണ് കൊടുക്കുക. ആർട്ടിക്കിൾ ഇല്ല, പൊസസീവ് അഡ്ജക്റ്റീവ് ഇല്ലെങ്കിൽ ബൈ കൊടുക്കുക. വേറെ ഒന്നും നോക്കണ്ട. ഇനി ഈ രണ്ട് സാധനം കൂടെ അല്ലല്ലോ ഉള്ളത്, വേറെ സാധനം കൂടെ ഉണ്ട്. ബൈക്ക്. നമ്മൾ മുകളിൽ കയറി ഇരിക്കല്ലേ. മുകളിൽ കയറി ഇരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്തിട്ടാം? ഓൺ ഹിസ് ബൈക്ക്, ഓൺ എ സൈക്കിൾ. കണ്ടോ നിങ്ങൾ? നമ്മൾ അതിന്റെ മുകളിലാണ് കയറിയിരിക്കുന്നതെങ്കിൽ അവിടെ ഓണ്. അവിടെയും നിങ്ങൾക്ക് എന്ത് കാണാം? ഇസും എയും കാണാം. അതുണ്ടെങ്കിൽ മാത്രം ഓണ്, അല്ലെങ്കിൽ ബൈ. അപ്പൊ വാഹനങ്ങളുടെ മുന്നിൽ ആർട്ടിക്കിള് പൊസസീവ് അഡ്ജക്റ്റീവ് ഇല്ലെങ്കിൽ ബൈ കൊടുക്കുക. ഉണ്ടെങ്കിൽ അവയുടെ പ്രത്യേകതക്കനുസരിച്ചിട്ട് ഓണും ഇന്നും മാറ്റി മാറ്റി കൊടുക്കട്ടോ. അത്രയേ ഉള്ളൂ. അപ്പൊ അതാണ് വന്നിരിക്കുന്നു, ചോദ്യം വന്നിരിക്കുന്നു. ഷീ പ്രിഫേഴ്സ് ടു ട്രാവൽ ട്രെയിൻ. ട്രെയിൻ മൂവിങ് ആണ്, നടക്കാൻ പറ്റും. പറ്റിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇതിന്റെ മുന്നിൽ ഒന്നുമില്ല, ഇതിന്റെ മുന്നിൽ ഒന്നുമില്ല. അപ്പൊ നേരെ നമ്മൾ എന്ത് കൊടുക്കും? ബൈ ട്രെയിൻ, ബൈ ബസ്, ബൈ കാർ, ബൈ ബൈക്ക്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആർട്ടിക്കിൾ ഇല്ല, പൊസസീവ് അഡ്ജക്റ്റീവ് ഇല്ല എങ്കിൽ ബൈ കൊടുക്കുക. വേറൊന്നും നോക്കണ്ട, മാർക്ക് അങ്ങ് നിങ്ങളുടെ വീട്ടിലേക്ക് വരും. യെസ്. അടുത്ത ചോദ്യം നോക്കൂ നിങ്ങൾ. റാം വെൻ ടു സൗദി അറേബ്യ ഡാഷ് ഇയർ എഗോ. തെറ്റിക്കുന്നതാണ്. തെറ്റിക്കുന്നത് ഒന്നും ഉണ്ടല്ല, നമ്മുടെ ഇതിന്റെ ഉച്ചാരണം ശരിയാവത്തോടെ. നേരത്തെ ആദ്യത്തെ ഒരു ചോദ്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ആ ഈ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇയർ എന്നെങ്ങനെ നമ്മൾ ഉച്ചരിക്കുക? ഇയർ ആണ്. ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കുക? ഈ സൗണ്ട് ആണ്. അപ്പൊ ആർട്ടിക്കിൾ ആൻ കൊടുക്കുക. അപ്പൊ നമ്മൾ ഇവിടെ എന്താ കൊടുക്കും? ആൻ ഇയർ എന്ന് കൊടുക്കും. പക്ഷെ ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ വർമ്മ സാറേ. എന്താ പ്രശ്നം? ഇയർ എന്ന് പറഞ്ഞാൽ ചെവി എന്നാണ് അർത്ഥം വരുന്നത്. ചെവിയോ? അതായത് ഈ ഇയർ ഉണ്ടല്ലോ, ചെവി. ഇതിനപ്പം നമ്മൾ എങ്ങനെയാ വായിക്കുക? ഇതിനെ നമ്മൾ ഇയർ എന്നാ വായിക്കുക. യാ സൗണ്ട് ആണ് വരുന്നത്. ഇയർ ആണ്, ഇയർ അല്ല, ഇയർ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ആന് കൊടുക്കാൻ പറ്റൂല, നമുക്കിവിടെ എ കൊടുക്കാനേ പറ്റുള്ളൂ. സോ റാം വെൻ ടു ദ സൗദി അറേബ്യ എ ഇയർ എഗോ. റാം ഹാസ് ആൻ ഇയർ. അവനൊരു ചെവി ഉണ്ട്. ഹി വെൻ ടു സൗദി അറേബ്യ എ ഇയർ എഗോ. ഒരു വർഷങ്ങൾക്ക് മുന്നെയാണ് അവനവിടെ പോയത് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഇനി അടുത്തയിലേക്ക് പോവാണ്. യെസ്, വേറെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. ദ ഗേൾ വാസ് വിയറിംഗ് യെല്ലോ ഫ്രോക്ക് വിത്ത് റെഡ് ഫ്രിൽസ് അറ്റ് ദ. ഇവിടെയും ആളുകൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ. യെല്ലോ ആണോ യെല്ലോ ആണോ? നമ്മൾ ഇതിന് യെല്ലോ എന്നാണോ യെല്ലോ എന്നാണോ? ഇതിനെ നമ്മൾ വായിക്കുക യെല്ലോ എന്നാണ്. യാ സൗണ്ട് ഉണ്ട്. യെല്ലോ എന്നുള്ളത് യെല്ലോ, യാ സൗണ്ട് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? എ യെല്ലോ. അപ്പോൾ നിങ്ങൾ ഓവറായിട്ട് ചിന്തിച്ചിട്ട് യെല്ലോ ആണോ എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ആർട്ടിക്കിൾ ആൻ അവിടെ കൊടുക്കാൻ നിൽക്കരുത്. യെല്ലോ ആണ്, യാ സൗണ്ട് ആണ് എന്ന് നോക്കട്ടോ. സോ ഇത്രയാണ് നമ്മുടെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതിനു മുന്നേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾക്കറിയാം നമ്മുടെ LPUP ബാച്ചിൽ, കഴിഞ്ഞ LPUP ബാച്ചിൽ കേരളത്തിൽ റാങ്ക് 8 ജില്ലകളിൽ ഫസ്റ്റ് റാങ്ക് മേടിച്ചിട്ടാണ് നമ്മുടെ LPUP ചരിത്രം നമ്മൾ സൈലം PSC കുറിച്ചത്. അപ്പം ഇനി അടുത്ത 2027 നടക്കുന്ന LPUPയിൽ നമ്മൾ ചരിത്രം കുറിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അവസരമുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു പുതിയൊരു ബാച്ച്, ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചുകൾ ഓഗസ്റ്റ് 15 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും മടിക്കാതെ കയറി വന്നോളൂ. നമ്മുടെ ബാച്ച് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടാകും. ലോങ് ടൈം ബാച്ചാണ്, 1 ഇയർ വാലിഡിറ്റി ഉണ്ട്. യെസ്, അപ്പോൾ കൃത്യമായിട്ട് എന്താണ് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ കേട്ടോ. വെറും ഓൺലൈൻ ഫീ വരുന്നത് 3499 ആണ്. ഓഫ്ലൈനിലേക്ക് 13,000 ആണ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ ബാച്ച് ഉള്ളത്. അപ്പോൾ ജോയിൻ ചെയ്യുക. ദെൻ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അടിപൊളിയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകൾക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും വരും. അപ്പോൾ താങ്ക് യു ഓൾ. യെസ്.